ഈ പ്രപഞ്ചത്തെ ആകമാനം 6 ദിനങ്ങളിലായാണ് സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി സ്വർഗം, നരകം, ലൗഹുൽ മഹ്ഫൂള്, കലം തുടങ്ങിയ അത്ഭുതകരമായ, നമുക്കൊന്നും കാണാൻ ഇതുവരെ സാധ്യമായിട്ടില്ലാത്ത, എന്നാൽ പരലോകത്ത് വെച്ച് നമുക്ക് കാണാനും അനുഭവിക്കാനും സ്വർഗം തുടങ്ങിയ ഇടങ്ങളിൽ പോകുവാനുമൊക്കെ അവസരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ നല്ല ഇടങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് മുഹറം 10-നാണ് എന്ന് രേഖകളിൽ വന്നിട്ടുണ്ട്. ഭൂമിയിൽ ആദ്യമായി മഴ വർഷിച്ചത് മുഹറം 10-നാണ് എന്ന് കാണാം. ആദ്യത്തെ പിതാവും മനുഷ്യനുമായിരുന്നു, ആദ്യത്തെ മനുഷ്യനും നബിയുമൊക്കെയായിരുന്നു സയ്യിദുന ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം സ്വർഗലോകത്ത് പടക്കപ്പെട്ടു. ആദം നബിയുടെ പ്രിയ പത്നി നമ്മുടെ മാതാമഹി ഹവ്വ റളിയല്ലാഹു അൻഹ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി ആ സംഭവങ്ങൾ അല്ലാഹു വിശകലനം ചെയ്യുന്നു. വിലക്കപ്പെട്ട കനി ആദം നബി അലൈഹിസ്സലാമും ഇണയും ഭക്ഷിച്ചു എന്നതാണല്ലോ ചരിത്രം. അതിന്റെ പരിണിതിയായി സ്വർഗത്തിൽ നിന്നവർ ബഹിഷ്കൃതരായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗലോകത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളെ പുറത്താക്കി, അതോടുകൂടെ അവരെ പൂർണ്ണമായും അങ്ങ് ഇല്ലാതെയാക്കി, അവരെ അങ്ങ് അവസാനിപ്പിച്ചു കളയുകയല്ല. ഏതു പാപിക്കും പാപത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ ഇനിയും അവസരമുണ്ട് എന്ന് മനുഷ്യകുലത്തെ ആകമാനം പഠിപ്പിക്കുന്ന രീതിയിൽ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു വഹ്യ് നൽകുകയും ആദം നബി ആ വഹ്യിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് ഹവ്വ ബീവിയോടൊപ്പം പശ്ചാത്താപം നടത്തുകയും ചെയ്യും. നമുക്കൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ദിനമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, നീ ഞങ്ങളോട് കൽപ്പിച്ച ആ കാര്യം, അല്ലെങ്കിൽ വിലക്കിയ ആ കാര്യം ഞങ്ങൾ ചെയ്തു. കൽപ്പിച്ച കാര്യം ഞങ്ങൾ നിരാകരിച്ചു. ഞങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചു. റബ്ബേ, നീ ഞങ്ങളുടെ ഈ പാപം പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ അമ്പേ പരാജിതരിൽ പെട്ടുപോകുമല്ലോ. നമ്മുടെ മാതാപിതാക്കളുടെ പശ്ചാത്താപത്തിന്റെ വാചകങ്ങൾ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അത് അല്ലാഹു സ്വീകരിച്ചു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ പശ്ചാത്താപം, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയ ആ കാര്യം അല്ലാഹു സ്വീകരിച്ചു. അതിന് അല്ലാഹു ഇങ്ങനെ ഒരു ദിനം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഈ സംഭവവും ഈ ദിനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് പറയുമ്പോഴും നോമ്പനുഷ്ഠിച്ചിരിക്കുന്ന, ഐച്ഛികമായ വ്രതമനുഷ്ഠിച്ചിരിക്കുന്ന നമുക്ക് ഈ സംഭവവും ഈ ദിനവും നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഞാൻ പ്രത്യേകം വിശകലനം ചെയ്യേണ്ടതില്ലല്ലോ. അതുമാത്രമല്ല, പൊതുവിൽ ഈ ദിനത്തെ പ്രതീക്ഷയുടെ ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വീകാര്യതയും മോചനവും നൽകുമെന്ന പ്രതീക്ഷ, അതിന് നമ്മൾ തയ്യാറാകണം. മറ്റൊരു പ്രതീക്ഷ എന്താണ്? എല്ലാ കുടുസുകളിൽ നിന്നും, എല്ലാ ചങ്ങലക്കെട്ടുകളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും മോചനമുണ്ട്, രക്ഷയുണ്ട്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളുടെയും അനുഭവങ്ങൾ നമ്മളുടെ മുൻഗാമികളായ തിരുദൂതന്മാർക്കുണ്ടായ ദിനം കൂടിയാണ് മുഹറം 10. കേവലം ആ ചരിത്രമൊന്നും നമുക്ക് ഓർമ്മിക്കാനുള്ളത് മാത്രമല്ല, കഥനം നടത്താനുള്ളത് മാത്രമല്ല, പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു അന്നത്തെ ഭരണാധികാരി നമ്രൂദ്. ഞാനാണ് ദൈവം, ഞാനാണ് ഇലാഹ് എന്ന് വാദിച്ചവനായിരുന്നു അയാൾ. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ആളിക്കത്തുന്ന ആ തീയിൽ ദിവസങ്ങളോളം ഇബ്രാഹിം അലൈഹിസ്സലാം കഴിഞ്ഞ് അല്ലാഹു ഈ മുഹറം 10-നാണ്
ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ഒരു പോറല് പോലും ഏൽക്കാതെ ആ മഹാനബിയെ, ആ വലിയ മനുഷ്യനെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് എന്ന ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താണ്? വിമോചനത്തിൻ്റെതല്ലേ, രക്ഷയുടേതല്ലേ, പ്രതീക്ഷയുടേതല്ലേ? ഈമാനിന്റെ പ്രഭ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുമ്പോ ഏത് തരത്തിലുള്ള തീജ്വാലകളാണെങ്കിലും അതിനെയൊക്കെ തണുപ്പാക്കി മാറ്റാൻ നമുക്ക് കഴിയും എന്ന വലിയ ഒരു പ്രതീക്ഷ ഈ ദിനം വലിയ ഓർമ്മയായി നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ ആ സംഭവങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. യാക്കൂബ് നബി അലൈഹിസ്സലാം ഏതൊക്കെ തരത്തിൽ പരീക്ഷിക്കപ്പെട്ടയാളായിരുന്നു? 12 മക്കൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം അതിലെ ഒരു മകനായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനായ ആ മനുഷ്യൻ അദ്ദേഹത്തെ ഏറ്റവും ദുഃഖഭരിതനാക്കി. ആ മകൻ നഷ്ടപ്പെട്ടു. കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മകൻ നഷ്ടപ്പെട്ട ആ വ്യഥയിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞു. കരഞ്ഞ ദുഃഖത്തിന്റെ പാരമ്യതയിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണുകളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി. പിന്നീട് സംഭവത്തിൽ കാണാൻ കഴിയുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു മകൻ ബിന്യാമീൻ അലൈഹിസ്സലാമും നഷ്ടപ്പെടുന്ന ആളായിട്ടാണ്, നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ്. അത്ഭുതകരമായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ദിവ്യ കഴിവിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ അതിന്റെ വിശകലനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അതൊന്നും പറയാത്തത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് തന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. അത് ഈ ദിനത്തിലായിരുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പ്രതിസന്ധികളിലും രക്ഷയുണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മോചനമുണ്ട്, കാവലുണ്ട്. അള്ളാഹു തമ്പുരാൻ നമ്മുടെ പ്രതിസന്ധികൾ നീക്കിത്തരുന്നതാണ്. അത് വ്യക്തിപരമാണെങ്കിലും നമ്മളുടെ ഓരോരുത്തരുടെയും ശാരീരികമായ പ്രയാസമാണെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധികളാണെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അതിലൊന്നും നമ്മളാരും നിരാശരാകേണ്ടവരോ ഇതോടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കേണ്ടവരോ അല്ല എന്ന നിരവധിയായ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ മുഹറം 10ന്റെ ദിനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹാന്മാരിലൂടെ നമ്മെയൊക്കെ അറിയിക്കുന്നത്. നോക്കൂ, നിങ്ങൾ അയ്യൂബ് നബി അലൈഹിസ്സലാം ഖുർആനിൽ പരാമർശിക്കപ്പെട്ട നബിയാണ്. ആകെ 25 നബിമാരുടെ കഥകളെ ഖുർആനിലുള്ളൂ. ഇവരൊക്കെയാണത്, ഇവരുടെയൊക്കെ കഥകളാണത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഗുരുതരമായ രോഗം ബാധിച്ചു എന്നാണ്. ആ രോഗത്തിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകിയത് ഈ ദിനത്തിലായിരുന്നു. അള്ളാഹുവിലേക്ക് അടുത്ത ഒരാൾക്ക് അള്ളാഹു ലോകത്തിന്റെ ആകമാനമുള്ള ഭരണാധികാരം നൽകും, അധികാരം നൽകും. ആ അധികാരം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ വലിയ ചരിത്രമായി ഓർമ്മിപ്പിക്കുന്നയാളാണ് മഹാനായ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബിയുടെ രാജാധികാരത്തിന്റെ ആരോഹണം നടന്നത് ഈ ദിവസത്തിലായിരുന്നു എന്ന് കാണുവാൻ കഴിയും. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കഥ ഒന്നുകൂടെ വിശകലനം ചെയ്ത് പറയാം നമുക്ക്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് യൂനുസ് നബി അലൈഹിസ്സലാമിനോട്? യൂനുസ് നബിയെ, നിങ്ങൾ ഈ നീനവ എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്തുള്ള ആളുകൾക്ക് എന്നെ പരിചയപ്പെടുത്തണം. ഒരു ചെറിയ ദൗത്യമാണ്. പക്ഷേ മാനുഷികമായ സഹജമായ സ്വഭാവം അനുസരിച്ച് ചില ആളുകൾ അവര് പറയുമ്പോൾ അത് കേൾക്കാതിരുന്നാൽ, മറ്റുള്ളവർ കേൾക്കാതിരുന്നാൽ അതിനോട് പലതരത്തിലായിരിക്കും പ്രതികരിക്കുക. യൂനുസ് നബിയുടെ പ്രതികരണം എന്താണ്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വയ്യ അല്ലേ, എന്ന തൽക്കാലം ബാക്കി നിങ്ങളോട് ഞാൻ പറയുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയം കോപാങ്കുലമാവുകയും അദ്ദേഹം ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് വന്ന ഈ പ്രതിസന്ധിയൊന്നും നാം പരിഹരിക്കാൻ കഴിയുന്ന ആളല്ലേ എന്ന് പോലും യൂനുസ് നബി അലൈഹിസ്സലാം ആ തരത്തിലുള്ള വിചാരത്തോടെ ആ നാട് വിട്ടു പോവുകയാണ്. അദ്ദേഹം അവിടെ വിട്ടു പോവുകയാണ്.
അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ മറ്റൊരു പരീക്ഷണത്തിന് വിധേയമാക്കി. അതെന്താണ് അറിയാമല്ലോ? മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം കപ്പലിൽ യാത്ര ചെയ്തു. ഒടുവിൽ ആ കപ്പലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ അദ്ദേഹത്തെ ഭീമാകാരമായ ഒരു മത്സ്യം വന്ന് വിഴുങ്ങി. തിമിംഗലം ആയിരിക്കണം, അദ്ദേഹത്തെ വന്ന് വിഴുങ്ങി. അവിടെ അള്ളാഹു അദ്ദേഹത്തെ ആ തിമിംഗലത്തിന്റെ വായിൽ അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ അങ്ങ് ഇല്ലായ്മ ചെയ്യല്ല, അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിലൂടെ പിൽക്കാലത്ത് ഖുർആനിന്റെ ഈ ആയത്തിലൂടെ നമ്മ ഓരോരുത്തരെയും അള്ളാഹു പഠിപ്പിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കാനുള്ള ഒരു ദിനമാണ്. എന്താണ് ആ കാര്യം? അദ്ദേഹം അതിന്റെ അകത്ത് കടന്ന് അള്ളാഹുവിനോട് കാണിച്ച ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ചു. വനാദാ ഫിദ്ദുലുമാത് എന്ന് പറയുന്നത്, വനാദാ ഫിദ്ദുലുമാത്, ഇരുട്ടുകളിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാം വിളിക്കുകയാണ്. ഇരിക്കുന്നവരെ ചിന്തിച്ചു നോക്കൂ. പലപ്പോഴും നമുക്ക് തോന്നും, എന്റെ ചുറ്റുപാടുകളിലും ആകെ ഇരുട്ടുകളാണല്ലോ. കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ അവശതകള്, ആകെ ഇരുട്ടുകൊണ്ടങ്ങ് മൂടി. ഇനി എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഏതുമില്ല. മുഅ്മിനീങ്ങളായ നമുക്ക് അതിനുള്ള മാനസികമായ ഉത്കർഷം നൽകുന്ന ഓർമ്മപ്പെടുത്തലല്ലേ ഇത്? വനാദാ ഫിദ്ദുലുമാത്, ആ ഇരുട്ടുകളിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ആ ചെറിയ വാചകത്തിൽ ഉൾപ്പെടാത്തതായിട്ട് എന്താണുള്ളത്? തൗഹീദുണ്ടതിൽ, തസ്ബീഹുണ്ടതിൽ, അല്ലാഹുവിനോടുള്ള കഠിനമായ ശക്തമായ പാപവിമോചനം തേടുന്ന വാക്കുണ്ടതിൽ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല. സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, ഞാൻ അക്രമിയായി പോയി റബ്ബേ. ഒരു നബിയാണിത് പറയുന്നത് എന്നോർക്കണം. അല്ലാഹു റിസാലത്ത് നൽകിയ ഒരു റസൂലാണിത് പറയുന്നത് എന്നാലോചിക്കണം. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് അല്ലാഹുവിലേക്കുള്ള ആ കൽപ്പനയുടെ ഒരു ചെറിയ ലംഘനമെന്ന് തോന്നിക്കുന്ന ഒരു സംഗതി ഉണ്ടായപ്പോ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ ഭൗതിക ലോകത്തെ ശിക്ഷയായി അകപ്പെടുത്തിയപ്പോ യൂനുസ് നബി അലൈഹിസ്സലാം ആ ഇരുളിന്റെ മറവില്ല, കടലിന്റെ ജലത്തിന്റെ ഉള്ളിൽ, ആ രാത്രിയുടെ ഇരുട്ടിന്റെ ഉള്ളിൽ, ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ വെച്ച് ഈ വിളിയാളം യൂനുസ് നബി അത് കേൾക്കുന്നുള്ളൂ, അല്ലാഹുമേ അത് കേൾക്കുന്നുള്ളൂ. അതങ്ങ് വിളിച്ചപ്പോ അല്ലാഹു തമ്പുരാൻ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ആ വലിയ മനുഷ്യനെ രക്ഷപ്പെടുത്തി. അത് ഈ ദിവസത്തിലായിരുന്നു എന്നാണ് നമ്മെ ചരിത്രം അറിയിക്കുന്നത്. ഇതാണ് പാഠം എന്ന് പറയുന്നത്. വലിയ പാഠങ്ങളാണ് ഇതുപോലുള്ള എത്രയോ സംഗതികൾ. അപ്പൊ സ്വാഭാവികമായും പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കനിഞ്ഞേകിയ ഏത് തരത്തിലുള്ള അനുഗ്രഹങ്ങളാണെങ്കിലും ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പ്രകടിപ്പിക്കാനും നന്ദി പ്രകാശിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു തദ്കിറത്ത്, ഒരു ഓർമ്മപ്പെടുത്തൽ ഈ മുഹറം 10 നമുക്ക് നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോ ഈ ശ്രോതാക്കൾ ചിന്തിക്കുന്നുണ്ടാവും, മൂസാ നബിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. മൂസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ഇത് പറയാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട, പരാമർശിക്കപ്പെട്ട നബിയാണ് മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ആ മൂസാ അലൈഹിസ്സലാമിന്റെ, മൂസാ നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട സമൂഹത്തിന്റെ വിമോചനം സംഭവിച്ച ദിവസം, ഫറോവ എന്ന ക്രൂരനായ ഭരണാധികാരി നശിച്ചുപോയ ദിവസം, ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന, ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന നമ്മുടെ മുമ്പിലൊക്കെ പലപ്പോഴും നടപ്പിലാക്കപ്പെടുന്നത് ഫറോവ ഇസ്രായേൽ സന്തതികളുടെ മേൽ നടപ്പിലാക്കിയ ക്രൂരതകളുടെ സമാനമായ രൂപങ്ങളാണ്. അപ്പോ പഴയ കാലത്തേക്കൊന്നും പോകണ്ട. ഈ മെയ് മാസത്തിൽ മാത്രം ഡൽഹിയില്, യുപിയില് നടന്ന ബുൾഡോസർ രാജിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ എത്ര വേദനയോടെയാണ് കേട്ടത്. ഡൽഹിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ മെയ് മാസം 21-ാം തീയതി, മെയ് മാസം 29-ാം തീയതി
തകർക്കപ്പെട്ട ദർഗകളെ കുറിച്ചും പള്ളികളെ കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. രാജ്യത്തിന് ഭരണഘടനയുണ്ട്, കാര്യങ്ങൾ നടപ്പിലാക്കുന്ന തീരുമാനങ്ങളാക്കുന്ന കോടതികളുണ്ട്. ഇതിന്റെ നിയമങ്ങളോ കോടതികളുടെ ഏതെങ്കിലും ഉത്തരവുകളോ ഒന്നും പാലിച്ചിട്ടല്ല ദർഗകളും പള്ളികളും തകർക്കപ്പെടുന്നത്. ഭരണകക്ഷിയിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിൽ നേരെ പോയിട്ട് ഒരു ദർഗ അങ്ങ് തകർത്ത് തരിപ്പണമാക്കുക, അവിടെയുള്ള മുസ്ലിങ്ങളെ ഒക്കെ ആകെ ഭീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര പ്രയാസമുള്ള സംഗതിയാണ്. കഴിഞ്ഞ 23 ദിവസങ്ങൾക്കിടയിൽ, ഈ മെയ് മാസത്തിലെ 23 ദിവസങ്ങൾക്കിടയിൽ 30ഓളം വരുന്ന മുസ്ലിം സ്ഥാപനങ്ങൾ ഒരു തരത്തിലുള്ള നിയമത്തിന്റെ പിൻബലവുമില്ലാതെ UP-യിൽ തകർക്കപ്പെട്ടു എന്ന വാർത്തകൾ നമ്മൾ വായിക്കുകയുണ്ടായി. ഇന്നലെ മുസ്തഫ ഖാദിരി മസ്ജിദ് എന്ന പേരിലുള്ള ഒരു മസ്ജിദ് 200 കൊല്ലം പഴക്കമുള്ള മസ്ജിദാണെന്നാ പറയുന്നത്. തകർക്കപ്പെട്ട ചില പള്ളികൾക്ക്, ചില കെട്ടിടങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്, 500 വർഷക്കാലത്തെ പഴക്കമുണ്ട്. ദർഗകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് പൊതുവിൽ അവിടുത്തെ ഒരു സാംസ്കാരിക ചിഹ്നമായിട്ടായിരിക്കാം പരിഗണിക്കപ്പെടുന്നത്. പക്ഷെ അത് എന്തായി പോയി? മുസ്ലിങ്ങളുടേതായി പോയി. ഒരു പ്രത്യേക മതവിഭാഗം, മുസ്ലിം ജനവിഭാഗം, ന്യൂനപക്ഷങ്ങൾ അവര് ബഹുമാനിക്കുന്ന ഇടമായി പോയി. അതുകൊണ്ട് അതിന്റെ അടയാളമേ വേണ്ട. ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ശക്തിയുണ്ട്, ഞങ്ങളുടെ ഈ അധികാരത്തിന്റെയും ഞങ്ങളുടെ ഈ കഴിവിന്റെയും മുമ്പിൽ നിങ്ങളൊക്കെ നിഷ്പ്രഭരാണ്. അതാണ് ഈ ഭരണാധികാരികളും ഭരണകൂടവും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ വേദനിക്കുക, നിരാശരാവത് വേദനിക്കൽ സ്വാഭാവികമാണ്. പക്ഷെ നിരാശരാവേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഈ ദിവസം അങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ദിവസമാണ്. അതെന്താ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എവിടെയാണ് വളർത്തിയത്? ഫറോവയുടെ കൊട്ടാരത്തിൽ. ആ ഫറോവയിലൂടെ വളർന്ന് മൂസ അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്തെ ഒട്ടനേകം സംഭവങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ ഫറോവയുടെ മുമ്പിൽ ശക്തമായ വാദഗതികൾ ഉയർത്തി ഫറോവയും കൂട്ടുകാരും മൂസ അലൈഹിസ്സലാമിനെയും കൂട്ടുകാരെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി ഫറോവ എന്ന ഭരണാധികാരിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കി നശിപ്പിച്ചു കളഞ്ഞു. സാധാരണ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞാൽ അവരെ മുച്ചൂടും അങ്ങ് ഇല്ലാതെയാക്കലാണ്, അവർ വേരോടെ പിഴുതെറിയലാണ്. ഫറോവയെ അത് ചെയ്തില്ല. ആ ഫറോവയുടെ ശരീരത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് അവശേഷിപ്പിച്ചു. അത് ഈ മുഹറം 10-നാണ് സംഭവിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല ജീവിതത്തിൽ. ഖുർആനിൽ പേര് പറയപ്പെട്ട ആളെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അടുപ്പമായിരുന്നു. മിഅ്റാജിന്റെ രാവിൽ മൂസ അലൈഹിസ്സലാമിനെ എത്ര ഇടത്ത് വെച്ച് കണ്ടു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ടെന്നറിയോ? ഖബറിൽ വെച്ച് കണ്ടു, ആകാശലോകത്ത് വെച്ച് കണ്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ നിസ്കാരങ്ങൾക്ക് തന്നെ നമ്മൾ വലിയ കടപ്പാടുള്ള ആളാണ്. ഞാനത് വല്ലാതെ വിശദീകരണം ചെയ്ത് പറയേണ്ടതില്ലല്ലോ. 50 വക്ത് നിസ്കാരം 5 നേരമാക്കി ചുരുക്കിയത് മൂസ അലൈഹിസ്സലാമിന്റെ ഇടപെടലുകളിലൂടെ ആയിരുന്നു എന്നുള്ള ആ ഒരു ചരിത്രം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നവരാണ്. മൂസ അലൈഹിസ്സലാമിൽ നിന്നുള്ള വലിയ ഗുണപാഠങ്ങൾ എന്താണ്? അത് കേവലം ഫറോവയുമായി ബന്ധപ്പെട്ട ഫിർഔനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല, മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ എല്ലാ രീതിയിലും ഗുണപാഠങ്ങളാണ്. 1-2 കാര്യങ്ങൾ സമയത്തിനനുസരിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, അള്ളാഹുവിന്റെ വിധിക്ക് മുമ്പിൽ മനുഷ്യന്റെ ഒരു മുൻകരുതലും ഫലം ചെയ്യില്ല എന്ന വലിയ ഒരു പാഠം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് മുൻകരുതൽ? എന്താണ്? ഫറോവ വലിയ മുൻകരുതൽ നടത്തി. ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഫിർഔൻ രാംസിസ് 2-ാമൻ അവൻ വലിയ മുൻകരുതൽ നടത്തി. എന്താണ് മുൻകരുതൽ? അയാളോട് ജ്യോത്സ്യന്മാര് പറയാണ്, ഇസ്രായേൽ സന്തതികളിൽ നിങ്ങളെ തകർക്കുന്ന, നിങ്ങളുടെ ഭരണകൂടത്തെ തകർക്കുന്ന ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഒരാൺകുട്ടി. അതിനവൻ മുൻകരുതൽ നടത്തിയത് എന്താ? എല്ലാ ആൺകുഞ്ഞുങ്ങളെയും അവൻ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ അവനോട് ആളുകൾ ചോദിച്ചു, അല്ല ആൺകുട്ടികൾ മുഴുവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആണുങ്ങൾ ഉണ്ടാവില്ലല്ലോ, വെറും പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ?
അപ്പോൾ അവൻ എന്ത് ചെയ്തു? 1 വർഷം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ അവൻ ജീവിപ്പിക്കുകയും തൊട്ടടുക്കലുള്ള വർഷങ്ങളിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ അവൻ ഈ ലോകത്ത് നിന്ന് ഹനിക്കുകയും അവൻ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാം ജനിച്ചത് ഫറോവ കുട്ടികളെ കൊല്ലാത്ത വർഷത്തിലായിരുന്നു. മൂസ അലൈഹിസ്സലാം ജനിക്കുന്നത് ഫറോവ കുട്ടികളെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ച ആ ദിവസത്തിലായിരുന്നു. അങ്ങനെയുള്ള ഫറോവയുടെ ഈ തീരുമാനത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടല്ലേ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു രക്ഷയുണ്ടായത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ അവര് വല്ലാതെ ഭയപ്പെട്ട സംഭവം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. ആ മാതാവിന്റെ വേവലാതിയും വേദനയും സങ്കടവും അത്ഭുതകരമായ രീതിയിലാണ് ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഇ. മൂസാ അലൈഹിസ്സലാമിന് മുലയൂട്ടാൻ വേണ്ടി മാതാവായ മൂസാ നബിയുടെ മാതാവിന് അല്ലാഹു തആല ദിവ്യബോധനം അറിയിക്കുകയാണ്. മൂസാ നബി പ്രസവിക്കപ്പെട്ടു. അപ്പൊ ആ ഉമ്മ ആകെ പേടിച്ചു. ഏതാനും സമയത്തിനകം ഈ പ്രസവത്തിന്റെ വിവരം ഭരണാധികാരികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വന്നിട്ട് എന്റെ മകനെ കൊല്ലുമല്ലോ. അപ്പൊ അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്, നീ ധൈര്യമായി മുലയൂട്ടിക്കോ. ഫഇൻ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. ഇനി ആ രാജാവും ഭരണാധികാരികളും വന്ന് നിന്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് നീ ഭയപ്പെടുന്നുവെങ്കിൽ നീ ആ നദിയിൽ നിന്റെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി അങ്ങ് ഒഴുക്കിക്കളഞ്ഞോ. ഇതിൽ നിന്നൊക്കെ നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉമ്മയോട് അള്ളാഹു പറയുന്ന കാര്യം, ആ ഉമ്മ അതിന് തയ്യാറാകുന്ന കാര്യം, വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അതാണ് അല്ലാഹുവിന്റെ തഖ്ദീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയന്ത്രണം അത് അത്ഭുതകരമാണ് എന്ന് നമ്മെ അറിയിക്കുകയാണ് ഈ സംഭവം. മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ആ കുഞ്ഞു പോകുന്ന കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. ആ കുഞ്ഞ് നിങ്ങളുടെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. തീർച്ചയായും മൂസ എന്ന ആ കുഞ്ഞിനെ നിങ്ങളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു തരും. ഇന്നാ റാദ്ദൂഹു ഇലൈകി. നിങ്ങളിലേക്ക് തന്നെ ആ കുഞ്ഞിനെ നമ്മൾ തിരിച്ചു തരും. ഒരു പെട്ടി ഉണ്ടാക്കുന്നു. ആ പെട്ടിയിൽ വെച്ച് ഈ നൈൽ നദിയിൽ ആ കുഞ്ഞിനെ മൂസ അലൈഹിസ്സലാമിനെ ആ മാതാവിന്റെ മറ്റൊരു മകളും കൂടി ഒഴുക്കുകയാണ്. അപ്പൊ ആ കുട്ടിയെ ആ മാതാവ് മൂസ അലൈഹിസ്സലാമിന്റെ മാതാവ് ആ നദിയിൽ ഒഴുക്കുകയാണ്, നൈൽ നദിയിൽ ഒഴുക്കുകയാണ്. ലോകത്തുള്ള 10,000-കണക്കിന് വരുന്ന നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി കൂടിയാണ് ഈ നൈൽ നദി എന്ന് പറഞ്ഞാൽ. 6650 കിലോമീറ്റർ നീളമുള്ള ഈ നദി 11 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് സാധാരണ ഒരു നദിയല്ല. മാത്രമല്ല, ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളങ്ങളിൽ ഈ നൈൽ നദിയുടെ വെള്ളം പരിഗണിക്കപ്പെടുന്നുണ്ട്. സാധാരണ നമ്മളുടെ കിണറുകളിലും പുഴകളിലൊക്കെ ഉള്ള വെള്ളത്തെക്കാളും മഹത്വമേറിയ വെള്ളമാണ് ഈ നൈൽ നദിയിലെ വെള്ളം എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു നദി കൂടി അതായതുകൊണ്ടും കൂടിയാണ്. അള്ളാഹു പറയാണ്, ഉമ്മ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഈ കുഞ്ഞിനെ നിങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും നൽകുന്നതാണ്. ചരിത്രത്തിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല. ഈ കുട്ടിയെ ഫറോവക്കും ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹയ്ക്കും കിട്ടുകയാണ്. കുട്ടിയെ കിട്ടിയ പാടെ കൊന്നുകളയണം എന്ന് തീരുമാനിക്കുന്നു ഫറോവ. ആ സമയത്ത് ഫറോവയോട് മൂസ അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ വിശ്വസ്തയായി പിന്നീട് മാറി ആസിർ അള്ളാഹു പറയാണ്, കൊല്ലണ്ട, ഒരു ചെറിയ കുട്ടിയല്ലേ, ഇത് കാണാൻ എന്തൊരു ഭംഗിയാണ്, ഇത് താങ്കൾക്കും എനിക്കും ഒരു കൺകുളിർമയായിട്ട് നമുക്ക് ഈ കുഞ്ഞിനെ ഉപയോഗിക്കാമല്ലോ, ലാ തഖ്തുലൂ, കൊന്നുകളയല്ലേ, അസാ അൻ യൻഫഅനാ, ഈ കുട്ടി നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായേക്കാം, ഗുണം ചെയ്തേക്കാം, ഉപകാരപ്പെട്ടേക്കാം. വലത, നമുക്ക് ഏതായാലും കുട്ടികളില്ലല്ലോ, നമുക്ക് ഈ കുഞ്ഞിനെ നമ്മളുടെ തന്നെ ഒരു കുഞ്ഞായി വളർത്താം. വഹും ലാ യശ്കുറൂൻ. ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും അവർക്കാർക്കും അറിയില്ലല്ലോ. ഈ ആയത്തിന്റെയൊക്കെ വ്യാഖ്യാനത്തിൽ മൂസ അലൈഹിസ്സലാമിലൂടെ പിൽക്കാലത്തുണ്ടായ അനുഭവങ്ങളുടെ എത്രയോ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്.
ആസിയ ബീവി എന്താ പറയണത്? നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ആസിയ ബീവിക്ക് ഉപകാരപ്പെട്ടു, ഫറോവക്ക് ഉപകാരപ്പെട്ടില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോ ഫറോ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, നിനക്ക് കാണാനും സന്തോഷിക്കാനുമുള്ള ഒരു കുഞ്ഞായിക്കോട്ടെ, എനിക്കേതായാലും ആ കുഞ്ഞിനെ വേണ്ട. പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഈ കുഞ്ഞിനെ മുലയൂട്ടാൻ ശ്രമിക്കുന്നു. മുല കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീക്കും മൂസ അലൈഹിസ്സലാം വഴങ്ങുന്നില്ല. വഹറംനാ അലൈഹിൽ മറാദിഅ മിൻ ഖബൽ ഫഖാലത് ഹൽ അദുല്ലുകും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ. ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് മുലയൂട്ടി വളർത്താൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഫറോവ അന്വേഷിക്കുകയാണ്. അവസാനം ഫറദദ്നാഹു ഇലാ ഉമ്മി, മാതാവിലേക്ക് മൂസ അലൈഹിസ്സലാമിനെ നാം തിരിച്ചു നൽകുകയാണ്. ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് പറയുകയാണെങ്കിൽ വിശദമായിട്ട് മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കേണ്ടി വരും. ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഫറോവയുടെ അടുക്കൽ മൂസ അലൈഹിസ്സലാം വർഷങ്ങളോളം, ഒന്നും രണ്ടുമല്ല 40 വർഷക്കാലം ഫറോവയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. പിന്നീട് മൂസ അലൈഹിസ്സലാം ചെല്ലുന്ന സമയത്ത് ഫറോവ ഈ കാര്യം ചോദിക്കുന്നുണ്ട്. മൂസാ നബി ഇങ്ങനെ പറയാണ്, നീ റബ്ബാണെന്ന് പറയുന്നുണ്ടല്ലോ, തെളിവെന്താണ്? നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നുള്ള കാര്യത്തിൽ മൃദുലമായി ചോദിക്കുമ്പോ അലം നുറബ്ബിക ഫീനാ വലീദാ, മൂസ നിന്നെ ഞാൻ ഇവിടെ കുട്ടിയായിട്ട് എന്റെ വീട്ടിൽ വളർന്ന ആളല്ലേ നീ? വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, കുറേ കാലം വളർന്ന ആളല്ലേ നീ? മൂസ അലൈഹിസ്സലാമിനോട് ഫറോവ സംസാരിക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ അങ്ങനെ വളർന്ന മൂസ അലൈഹിസ്സലാം ഈ ഫറോവയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സന്തതികളുടെ വിമോചനത്തിന് വേണ്ടി വലിയ പ്രയത്നം നടത്തി. അവസാനം ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും മൂസാ നബിയും അനുയായികളും വിധേയരായി. ഒടുവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഫറോവയെയും കൂട്ടരെയും പൂർണ്ണമായും നശിപ്പിച്ചത്, ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചത് ഈ മുഹറം 10 പറയുമ്പോൾ സത്യവിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതീക്ഷയാണ്. ഫലസ്തീനികൾക്കത് പ്രതീക്ഷയാണ്, ഇറാനികൾക്കത് പ്രതീക്ഷയാണ്. ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന എല്ലാവർക്കും ഫറോവക്ക് തുല്യമായി നിയമങ്ങളെ ആവിഷ്കരിച്ച് പാവങ്ങളെ നിഷ്കാസനം ചെയ്യുന്ന, കൊന്നൊടുക്കുന്ന എല്ലാവർക്കും അതൊരു വലിയ പാഠമാണ്. മൂസ അലൈഹിസ്സലാമിന്റെയും അനുയായികളുടെയും മാനസികാവസ്ഥയുള്ള ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക്, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അതൊരു വലിയ പ്രതീക്ഷയുമാണ്. മുഹറം 10 ചുരുക്കത്തിൽ നമ്മളുടെ വ്യക്തിപരമായ പ്രതിസന്ധികൾ, സാമൂഹികമായ വിഷയങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ, ഇതിൽ നിന്നെല്ലാമുള്ള മോചനം, രക്ഷ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകും എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ ഈ മുഹറം 10 നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതോടൊപ്പം ലോകത്ത് ആക്രമിക്കുന്ന ഭരണാധികാരികൾക്കുള്ള വലിയ താക്കീത് ഈ ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായുണ്ട്. ആക്രമിക്കപ്പെടുന്ന ആളുകൾക്കുള്ള രക്ഷ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന വലിയ ഓർമ്മപ്പെടുത്തലും ഈ ദിവസത്തിൻ്റെതായിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കട്ടെ, നമ്മളുടെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ.